ഉണ്ട്, അത് ഞാൻ തുന്നിയിട്ടില്ല. അപ്പോൾ നമുക്ക് സ്ലീവില്ലാണ്ട്, അതായത് ആം ഹോൾ കട്ട് ചെയ്യാണ്ട് നമുക്ക് ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്യാം എന്നുള്ളതാണ് ഈ വീഡിയോയിൽ കാണിക്കുന്നത്. എല്ലാവരും മുഴുവനായിട്ടൊന്ന് കണ്ടു നോക്കുക എങ്ങനെയാണ് അത് സ്റ്റിച്ച് ചെയ്തതെന്ന്. ഇത് നമ്മുടെ ബോക്സ് പ്ലീറ്റാണ് ഇത് എടുത്തിരിക്കുന്നത് കേട്ടോ. ഇത് കുറച്ചും കൂടെ ഷേപ്പാക്കിയാൽ കുറച്ചും കൂടെ ഭംഗിയുണ്ടാവും. ഞാൻ അതിന് ഷേപ്പാക്കണം. നമുക്ക് വീട്ടിലൊക്കെ ഇടാനായിട്ട് ഇത് മതി. ബാക്കിൽ നമ്മളൊരു ടക്ക് എടുത്തിട്ടുണ്ട്. ഇത് ഭയങ്കര ലൂസായിട്ടാണ്. കുറച്ചും കൂടെ ഷേപ്പായാൽ കുറച്ചും കൂടെ ഭംഗിയുണ്ടാവും. ലൈനിങ് ഇടാത്തത് കൊണ്ട് അതിൻ്റേതായിട്ടുള്ള ചില ഇതുണ്ട്. അപ്പോൾ കണ്ടോ, കയ്യിലെടുത്തുമ്പോഴും പൊക്കുമ്പോഴും നമുക്ക് യാതൊരു പ്രശ്നം വരുന്നില്ല. അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കട്ടോ. അപ്പോൾ ഏകദേശം ഇത് ചെയ്യാനായിട്ട് 2.5 മീറ്ററോളം തുണിയാണ് ആവശ്യം വരുന്നത്. ഞാൻ ഏതായാലും 44 ലെങ്ത്തിലാണിത് ചെയ്യാനായിട്ട് എടുക്കുന്നത്. ഇതേപോലെ രണ്ടാക്കി കട്ട് ചെയ്തതിന് ശേഷം വേണം നമ്മൾ താഴെ വിരിച്ചിട്ടിട്ടോ ടേബിളുമ്പോൾ വിരിച്ചിട്ടിട്ടോ എവിടെയാണെന്ന് വെച്ചാൽ വിരിച്ചിട്ടിട്ട് ബാക്കിയുള്ള പരിപാടി ചെയ്യേണ്ടത് കേട്ടോ. അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ ഒരു ചുരിദാർ, പഴയ ചുരിദാർ, നമുക്ക് കറക്റ്റ് പാകമുള്ളൊരു ചുരിദാർ എടുക്കാം. ഇതിങ്ങനെ നിവർത്തി ഇട്ട് കൊടുക്കാം. ഇവിടെ നമ്മുടെ നെക്ക് റൗണ്ട് വരുന്നത് 3.5 ഇഞ്ചിലാണ് നെക്ക് റൗണ്ട് വരുന്നത്. അത് നമ്മളിവിടെ ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇത് നമ്മൾ കറക്റ്റ് ലെവലിൽ വേണം കേട്ടോ. മുകളിലൊരു ലെവലിൽ നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ടാകും. ഇതിങ്ങനെ വെക്കാം, കറക്റ്റ് ലെവലിൽ വെക്കാം. ഇതൊക്കെ നമ്മുടെ ഈ സ്ലീവ് നല്ലോണം അയൺ ചെയ്തതിന് ശേഷം നിങ്ങൾ നിവർത്തി കേട്ടോ. അപ്പോൾ നമുക്ക് കറക്റ്റ് ലെവലിൽ കിട്ടും. ഇതിപ്പോൾ എന്തായാലും ഒരു ചെറിയൊരു ചെരുവുണ്ടാവും. നമുക്ക് വീട്ടിലൊക്കെ ഇടാൻ പറ്റിയിട്ടുള്ള ഒരു ഡ്രസ്സാണ്. എന്നിട്ട് നമ്മൾ ഇത് എത്രയാണോ എങ്ങനെ വരേണ്ടതെന്ന് വെച്ചാൽ അതിനനുസരിച്ച് ഇത് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഫസ്റ്റ് ഇവിടെ നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കാം. അതിന് ശേഷം ഇങ്ങനെ തന്നെ മാർക്ക് ചെയ്യാം. ഈ സ്ലീവ് നിങ്ങൾക്ക് എത്ര ഇറക്കാൻ വേണമെന്നുള്ളതും കൂടെ ഇവിടെ മാർക്ക് ചെയ്യാം. ഞാൻ എന്തായാലും ചെറിയൊരു സ്ലീവാണ് വയ്ക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത്ര തന്നെ എടുക്കുന്നുള്ളൂ. എന്നിട്ട് ഇവിടെ നിന്ന് കുറച്ച് ലൂസ് ഇട്ടിട്ട് നമ്മൾ ഇതേപോലെ ആംഹോളിൻ്റെ അവിടെ നിന്ന് ഇതേ പടി ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാം. നമ്മളൊരു ലൈൻ പോലെയാണ് ചെയ്യുന്നത്. അപ്പം ഇങ്ങനെ അങ്ങ് വരച്ച അറ്റം വരെ എത്രയാണെന്ന് ഇതിൽ ഇത്ര അത്രയും വരെ അങ്ങ് എത്തിച്ചു കൊടുക്കാം. നല്ല ലൂസ് വേണമെന്ന് വെച്ചാൽ നല്ല ലൂസ് ഇടാൻ കേട്ടോ. അപ്പോൾ ഇത് ബാക്ക് പോർഷനാണ് ഞാനിപ്പോൾ വരച്ച് വെച്ചിരിക്കുന്നത്. ഇനി നമുക്ക് ഫ്രണ്ട് പോർഷൻ കട്ട് ചെയ്തെടുക്കണം. ഫ്രണ്ട് പോർഷനിൽ നമ്മളൊരു പ്രത്യേകത ചെയ്യുന്നുണ്ട്. അതിന് മുമ്പ് നമ്മൾ ഈ ബാക്ക് നമ്മൾ കട്ട് ചെയ്തെടുക്കണം. എനിക്ക് മൊത്തം ലെങ്ത്ത് വേണ്ടത് ഇതിപ്പോൾ ഇത്രയാണ്. ഒരു 44-45 ലെങ്ത്ത് ഒക്കെ എടുക്കാം. 46 എത്ര വേണിച്ചിലെടുക്കാം, നമുക്ക് വീട്ടിലിടാനല്ലേ. ഒരു 44 ലെങ്ത്തിലെടുക്കാണ്. 44 ലെങ്ത്ത് എന്ന് പറയുമ്പോൾ ഇവിടെ 44 നമ്മൾ മാർക്ക് ചെയ്യാണ്. നിങ്ങൾക്ക് വീഡിയോയിൽ കണ്ടു സ്കെയിൽ ഉപയോഗിച്ച് നമ്മളൊന്ന് വരച്ചു കൊടുക്കാം. വേറെ ഇതിലൊന്നും ചെയ്യാനില്ല, ഭയങ്കര ഈസിയാണ് കേട്ടോ. മടക്കി അടിക്കാനുള്ളതും കൂടെ കണക്കാക്കിയിട്ട് വേണം നിങ്ങൾ മാർക്ക് ചെയ്യാനായിട്ട്. ഇവിടെ നമ്മൾ കറക്റ്റ് നമുക്ക് എത്ര വേണമെന്ന് വെച്ചാൽ അത്ര എടുക്കാം. ഇവിടെ ഞാനിപ്പോൾ ഒരു 3 ഇഞ്ച് എടുത്തിട്ടുള്ളൂ. മടക്കി അടിക്കാനും കൂടെ കൂട്ടിയിട്ട് കേട്ടോ. ഒരു 4 ഇഞ്ചും മടക്കി അടിക്കാനും 1 ഇഞ്ചും കൂടെ കൂട്ടിയിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ഇതന്നെ എടുത്ത് മാറ്റാം. ഇവിടെ നമ്മൾ 1 ഇഞ്ച് കയറ്റിയിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കണം. നമ്മൾ ബാക്ക് പോർഷൻ കട്ട് ചെയ്തെടുക്കാണ്. ബാക്ക് പോർഷൻ മാത്രം എടുത്തിട്ടാണ് കട്ട് ചെയ്യുന്നത് കേട്ടോ. ഇത് കട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഒരുമിച്ച് കട്ട് ചെയ്യാം. ഇനി ഇവിടുന്ന് അങ്ങോട്ട് ബാക്ക് പോർഷൻ മാത്രം കട്ട് ചെയ്തെടുക്കാം കേട്ടോ. കുറച്ച് വീതിയിൽ നമ്മൾ ഇത്ര എടുക്കുന്നുണ്ട്. ഈ സ്ലീവ് ശ്രദ്ധിച്ച് കാണണം. ഈ സ്ലീവ് നമ്മൾ ഇതേ ലെവലിൽ ഇങ്ങോട്ട് മാറ്റി വയ്ക്കുകയാണ്. നമുക്ക് ഈ എൻഡ് കിട്ടണ വരെ, അതായത് ഓക്കെ ഞാനത് കാണിക്കാം. എന്നിട്ട് ഇവിടെ നമ്മൾ മാർക്ക് ചെയ്തിരുന്ന 3.5 അത് നിങ്ങൾ കടച്ചോട്ട് ഇവിടെ 3.5 മാർക്ക് ചെയ്ത് കൊടുക്കാം. മൊത്തം ഇവിടെ നിന്ന് ഇങ്ങോട്ട്
ഏഴരയാണ് ഉള്ളത് കേട്ടോ. 7 അല്ല 8 ഇഞ്ചാണുള്ളത്. നമ്മൾ ഈ ഒരു പീസ് ഉണ്ടല്ലോ, ഇവിടെ നിന്ന് ഇങ്ങനെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കും. ഇത്രയല്ല, ജസ്റ്റ് ഒരു സിംഗിൾ സ്റ്റിച്ച് ചെയ്തെടുക്കും. നമുക്കത് ബോക്സ് പീസ് പോലെ ഇങ്ങനെ വെച്ചടിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. നമ്മൾ എത്രയാണോ കട്ട് ചെയ്ത് കളഞ്ഞ ബാക്ക് പോർഷനിൽ അത് ഇവിടെ നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് അത് നമ്മൾ കട്ട് ചെയ്ത് കളയാം. ഫ്രണ്ടിലും നമ്മൾ ഇവിടെ കട്ട് ചെയ്യാൻ മറന്നു പോയി. ഇത് പിന്നെ ഒപ്പായിട്ട് കട്ട് ചെയ്താൽ മതി. നെക്ക് എന്ന് പറയുന്നത് 3.5 3.5 നമ്മളിവിടെ മാർക്ക് ചെയ്തത് ഒരിക്കലും തെറ്റിപ്പോകരുത്. 3.5. ബാക്കിലെ നെക്ക് ലെങ്ത്ത് എന്ന് പറയുന്നത് ഒരു 3.5 തന്നെ എടുത്തിട്ടുണ്ട്. ബാക്കിലെ നെക്ക് ലെങ്ത്ത് റൗണ്ട് നെക്ക് കൊടുക്കാം നമുക്ക്. ഇവിടെ തൊട്ടാണ് നമ്മുടെ എന്താ പറയുക, ഇത് തന്നെ. ഇത് നേരെ ഒറ്റൊരു അടി അടിക്കാൻ വേണ്ട. 1/2 ഇഞ്ച് അങ്ങനെയും 1/2 ഇഞ്ച് ഇങ്ങനെ ചടിക്കാണ്. ബാക്കി നമുക്ക് ഇവിടെ നിന്ന് കട്ട് ചെയ്തെടുക്കാം. ഇത്ര നമ്മൾ കട്ട് ചെയ്തെടുത്ത് കളഞ്ഞിട്ടിട്ട് ഇനി വേറെ ഒന്നും ചെയ്യാനില്ല. ഇത് നമ്മൾ ഒന്ന് അടിച്ചെടുക്കാം. ഇത് നമ്മൾ നേരെ ഇതെടുക്കാം. നമ്മൾ വരച്ച് വെച്ച ഭാഗമുണ്ടല്ലോ, അവിടെ നിന്ന് ഒരു അടിപ്പൊന്ന് ഇട്ട് കൊടുക്കാം. പീസാണ്. ഇതിങ്ങനെ ഓപ്പൺ ചെയ്ത് വെക്കണം. എന്നിട്ട് നമ്മളിവിടെ ബോക്സ് ഇട്ടില്ല, അതിങ്ങനെ പരത്തി ഇങ്ങനെ വെച്ചേക്കണം കേട്ടോ. എന്നിട്ട് ഇനിയാണ് ശ്രദ്ധിക്കേണ്ടത്, ഇനി നമ്മളിങ്ങനെ വെച്ചതിന് ശേഷം ഇത് അതേപടി തന്നെ ആ ലൈനിൽ നമ്മൾ മടക്കി കൊടുക്കാം. അതേ ലൈനിൽ ഒരേപോലെ വരത്തക്ക രീതിയിൽ മടക്കി കൊടുക്കാം. ഇപ്പുറത്ത് ശ്രദ്ധിക്കണം, പകുതി പീസ് ഇപ്പുറത്തുണ്ട്. നേരെ ഇതേപോലെ തന്നെ മടക്കി കൊടുക്കാം. എന്നിട്ട് ബാക്കി വരുന്ന നമ്മൾ ഇപ്പുറത്തുള്ള ഈ പീസ് ഉണ്ടല്ലോ, അതും ആ ലെവലിൽ തന്നെ മടക്കി ഇങ്ങനെ കൊടുക്കാം. ഇത് എളുപ്പപ്പണിയാണ് കേട്ടോ. അപ്പം ലെവലിൽ രണ്ടും ഒരേ ലെവലിലല്ലേ വന്നിരിക്കണേന്ന് നോക്കാം. എന്നിട്ട് ആ നമ്മൾ സ്റ്റിച്ച് ചെയ്താലുണ്ടല്ലോ ആ ഒരു ഇതിൽ വെച്ചിട്ട് ഇങ്ങനെ മാർക്ക് ചെയ്ത് വെക്കാം. എന്നിട്ട് നമുക്ക് എത്രയാണോ നേരത്തെ നമ്മൾ മാർക്ക് ചെയ്തില്ലായിരുന്നോ, ഇത്ര ലെവൽ 6.5 ഇഞ്ച് ലെങ്ത്തിലാണ് നമുക്ക് വേണ്ടേ എന്ന് ഞാൻ പറഞ്ഞു തരുന്നു. എനിക്ക് വേണ്ടത് അത് നമ്മൾ ഇങ്ങനെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ജസ്റ്റ് ഈ തുമ്പത്തുനിന്ന് നമ്മളിവിടെ മാറിപ്പോകരുത് കേട്ടോ. ഈ തുമ്പത്തുനിന്ന് ഒരു പിന്നെടുക്കാം. ഒരു പിന്നെടുത്ത് ഇവിടെ ഇങ്ങനെ കുത്തി കൊടുക്കാം. ഒരു പിന്നെടുത്ത് ഇപ്പുറത്തും കുത്തി കൊടുക്കാം. അപ്പം തെന്നി പോകത്തില്ല. ഇതിൽ ലൈനിങ് ഒന്നും തന്നെ ഇടുന്നില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ലൈനിങ് ഇട്ട് കൊടുക്കാം കേട്ടോ. മെത്തേഡൊക്കെ ഒരേപോലെ തന്നെ. നമ്മൾ എന്നിട്ട് സ്കെയിലെടുക്കുന്നു, വെക്കുന്നു, ഇതേപോലെ ലെവലെടുത്തൊന്ന് വരച്ചു കൊടുക്കുന്നു. എന്നിട്ട് ഇവിടെ നിന്ന് ഇങ്ങനെ നമ്മൾ 1/2 ഇഞ്ച് വിട്ടിട്ട് കട്ട് ചെയ്തെടുക്കണം. തയ്ച്ച് മടക്കി വരുമ്പോൾ എന്തായി മാറും? 3.5 ഇഞ്ചായി മാറും. അപ്പം 1/2 ഇഞ്ച് കട്ട് ചെയ്തിട്ട് നമ്മൾ കട്ട് ചെയ്ത് കളയാണ് കേട്ടോ. നമ്മൾ ഇത് തെന്നി പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഇത് എന്തായാലും ഇവിടെ കുത്തി വെച്ചേക്കണം കേട്ടോ. ഇങ്ങനെ മാറിപ്പോവേ. ഇനി നമ്മൾ ഈ 1/2 ഇഞ്ച് നിർത്തി ബാക്കിയുള്ളത് നമ്മൾ കട്ട് ചെയ്ത് കളയാണ്. കണ്ടോ, ഇങ്ങനെയാണ് ഇരിക്കുന്നത്. ഇനി നമ്മൾ ഇത് പതിയെ ഓപ്പൺ ചെയ്തിട്ട് ഇവിടെ ഒരു പിൻ ചെയ്ത് കൊടുക്കാം. അതേപോലെ തന്നെ ഇതിനോട് ചേർത്ത് ഈ ലൈൻ മാറിപ്പോവാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഇവിടെയും ഒരു പിൻ ചെയ്ത് ഉള്ളിൽ നിന്ന് കൊടുക്കാം. എന്നിട്ട് ഈ പിന്ന് നമ്മൾ ഊരിയെടുക്കാം. എന്നിട്ടിത് ഓപ്പൺ ചെയ്തെടുക്കാം. കണ്ടോ, ഇവിടെ ഇപ്പോഴും ഉണ്ട്. അതിന് ശേഷമാണ് നമ്മളിവിടെ സ്റ്റിച്ച് ചെയ്തതിന് ശേഷമാണ് നമ്മളത് അഴിച്ചു കൊടുക്കുള്ളൂ കേട്ടോ. ഇത് നമ്മളിങ്ങനെ ഓപ്പൺ ചെയ്തതിന് ശേഷം ഇവിടെ നിന്ന് ഒരു 1/2 ഇഞ്ച് വിട്ടിട്ട് ഇവിടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഇവിടെ നിന്ന് 1/2 ഇഞ്ച് വിട്ടിട്ട് ഇവിടെ സ്റ്റിച്ച്. ഇത് മര്യാദയ്ക്ക് ഇരിക്കാൻ വേണ്ടി മാത്രം. ഇനി നമുക്ക് ഈ സൂചിയുടെ ആവശ്യമില്ല, ഇത് ഊരിയെടുക്കാം. കണ്ടോ, ഇപ്പോൾ നിങ്ങൾക്ക് ലൈനിങ് തുണി ഉണ്ടെങ്കിൽ ഇവിടെ നിന്ന് മറച്ചിട്ടിട്ട് അങ്ങനെയും ചെയ്യാം കേട്ടോ. ഇതാണ്. ഇനി വേണമെങ്കിൽ നിങ്ങൾക്ക് ലൈസ് വെച്ച് കൊടുക്കുന്നുണ്ടെങ്കിൽ ഇപ്പം ലൈസ് വെച്ച് കൊടുക്കണം കേട്ടോ. എങ്ങനെയാണ് വെക്കേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ തീരുമാനിക്കുക.
വയ്ക്കുക. ഞാനിങ്ങനെ ഒരു ലേസ് വെക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്, അതാണ് ഞാനിങ്ങനെ കാണിച്ചത്. ഇത്ര വരെ ലേസ് വെച്ച് കൊടുക്കണം. നമ്മളിവിടെ ലേസ് വെച്ചതിന് ശേഷം ക്രോസ് പീസ് വെച്ച് മടക്കി അടിച്ചായിരുന്നു. ഇനി അത് ബാക്കിൽ തുന്നി കൊടുക്കുക, സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ ബാക്ക് പോർഷനും നമ്മൾ ഇതേപോലെ അയൺ ചെയ്തെടുത്തിട്ടുണ്ട്. ഫ്രണ്ട് പോർഷനും നമ്മൾ അയൺ ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിൽ നമ്മൾ ഓപ്പൺ ആക്കിയിട്ടും ഓപ്പൺ ആക്കിയിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നാരൊക്കെ പറിച്ച് കെട്ടിയാണ്. ഇനി നമുക്ക് ഇത് രണ്ടും യോജിപ്പിക്കേണ്ട സമയമാണ്. ആവശ്യമില്ലാത്തതൊക്കെ വെട്ടി കട്ടികളയാ. എൻ്റെ കയ്യിൽ സംഭവം കാണിച്ചു തരാം. ഇതിൽ ഈ രണ്ട് സൈഡും ലോക്ക് ചെയ്യണം കേട്ടോ. ഇത് ലോക്ക് ചെയ്തില്ലെങ്കിൽ ശരിയാവത്തില്ല കേട്ടോ, പിന്നി പോവേ. ഇതിൻ്റെ ഇതിങ്ങനെ വെച്ചിട്ട് അടിച്ചു കൊടുക്കാം. ഇങ്ങനെ വരും. ഒരു ഫിനിഷിങ് കാണിച്ചതാ കേട്ടോ. കണ്ടോ, ഇങ്ങനെയാണ് ഇരിക്കുക. ഇതേപോലെ അപ്പുറത്തെ സൈഡും ചെയ്യും. ഇപ്പം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് താഴ്ഭാഗം മടക്കി അടിക്കുകയാണ് ചെയ്യണത്. അപ്പോൾ രണ്ട് ഫ്രണ്ടും ബാക്കും താഴ്ഭാഗം മടക്കി അടിച്ചതിന് ശേഷം നിങ്ങൾ ലേസ് എന്തെങ്കിലും കയ്യിലുണ്ടെന്ന് വെച്ചാൽ അതും കൂടെ വെച്ച് കൊടുത്താൽ കുറച്ചുകൂടെ ഭംഗി കിട്ടും കേട്ടോ. ഇനി ഇതിൻ്റെ ഫൈനൽ സ്റ്റേജിലാണ്. വേറെ ഒന്നുമില്ല, നമ്മൾ ഈ സ്ലീവ് ഇട്ടല്ലോ, ഇതൊന്ന് മടക്കി അടിക്കണം കേട്ടോ. ഇത് നമ്മളിപ്പോൾ ഇങ്ങനെയാണല്ലോ ഇരിക്കുന്നത്. ഇത് നമുക്കിനി ഇങ്ങനെ മടക്കി ഒന്ന് അടിച്ചു കൊടുക്കണം. അപ്പോൾ അതിൻ്റെ ലെങ്ത്ത് എത്രയാണ്, ഇവിടെ നിന്നിട്ട് നിങ്ങൾക്ക് എത്ര ലെങ്ത്ത് വേണം എന്നുള്ളത് നോക്കിയിട്ട് വേണം മടക്കി അടിക്കാനായിട്ടോ. അതുകൂടെ കഴിഞ്ഞത് ഫിനിഷായി. ഇനി നമുക്കിതിൻ്റെ ഇനി നമ്മൾ എന്ത് ചെയ്യണം, ഇപ്പോൾ അതായത് രണ്ടും അടിച്ച് ചേർന്നിട്ടുണ്ട്. ഇനി നമ്മളിത് രണ്ടും ചേർത്ത് വയ്ക്കുക. ഇത് ഒരുമിച്ച് വെച്ചിട്ട് അങ്ങ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. വേറെ ഒന്നും ഇതിൽ നമുക്ക് ശ്രദ്ധിക്കാനില്ല. അപ്പോൾ ഏതൊരു തുടക്കക്കാർക്കും എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റുന്നൊരു കൃത്യമാണ് കേട്ടോ ഇത്. ഇനി ഇത് നമ്മളിങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. പ്രശ്നം വരുന്നില്ല. അപ്പം എല്ലാവരും ചെയ്യും.